ഹായ് നമസ്കാരം. അപ്പോൾ ബ്രഹ്മയുഗം സിനിമയുടെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എനിക്കറിയാം ഒരുപാട് ലേറ്റായി, കാരണം ഇന്നലെ ഈവനിങ് ഷോക്കാണ് പോയത്. പിന്നെ വന്നിട്ട് റിവ്യൂ ഇടാൻ ടൈം ഉണ്ടായില്ല. അപ്പോൾ ലേറ്റ് ആയാലും റിവ്യൂ ജസ്റ്റ് ഇട്ടേക്കാം എന്നുള്ള ലെവലിൽ വന്നതാണ്. ഒരുപാട് സന്തോഷം. നമുക്ക് ഒരു നല്ല സിനിമ കണ്ടു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പറയണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇത്ര ലേറ്റ് ആയാലും റിവ്യൂ ആയിട്ട് വരുന്നത്. കാരണം മോശം സിനിമയാണെന്നുണ്ടെങ്കിൽ ഇത്ര ലേറ്റ് ആയാലും നമ്മൾ വന്നിട്ട് പ്രത്യേകിച്ച് ഇതേവിടുന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ, അതവിടെ അതിൻ്റെ വഴിക്ക് പൊക്കോളും. പക്ഷെ ഒരു നല്ലൊരു സിനിമ കണ്ടിട്ട് നമുക്കത് പറയുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. ഇതൊരു റിവ്യൂ ആയിട്ട് കണക്കാക്കേണ്ട, അതൊരു ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ്, എനിക്കുണ്ടായ എക്സ്പീരിയൻസ് പറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സിനിമ തുടങ്ങിയൊരു 5 മിനിറ്റോളം നമുക്കൊരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും, കാരണം ആ കളർ ടോണായിട്ട് നമ്മളൊന്ന് സെറ്റായി വരാനൊരു ടൈം എടുക്കും. അത്രേ പ്രശ്നമുള്ളൂ ഇതിനകത്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് നമുക്കിത് കളറാണോ എന്താണോ ഒന്നും നമ്മൾ ചിന്തിക്കില്ല, കാരണം ആ സിനിമ ആ ടൈപ്പ് ഓഫ് മേക്കിംഗ് ആണ് സിനിമക്കുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് ഇതിൽ പറയാനുള്ളത് ഡയറക്ഷൻ. ഒന്നും പറയാനില്ല, അടിപൊളി ഡയറക്ഷൻ. അയാൾ കൂടുതലായിട്ടൊന്നും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല, ഇതങ്ങനെയാവും ഇങ്ങനെയാവും, അല്ലെങ്കിൽ ഈ പറഞ്ഞ വലിയ സംഭവങ്ങളൊന്നും സിനിമ ഇറങ്ങുന്നതിന് മുന്നേ ഒന്നും പറഞ്ഞിട്ടില്ല. ജസ്റ്റ് ഇതിൻ്റെ ജോണർ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇത് ഹൊറർ മാത്രമല്ല, ഹൊറർ ഇല്ല കാര്യമായിട്ട് ഇതിലൊന്നും. ഇതൊരു സർവൈവൽ ത്രില്ലർ എന്നുള്ള ഒരു ജോണറിൽ പെടുത്താൻ പറ്റുന്ന പടം തന്നെ പുള്ളി ആദ്യം പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ ഒരു പടം തന്നെയാണ്. ഇതിൽ പേടിപ്പെടുത്തുന്ന അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അതായത് എന്നാൽ അതൊരു ഹൊറർ മൂഡിലാണ് സിനിമ എടുത്തിരിക്കുന്നത്. പക്ഷെ നമുക്കതങ്ങനെ പേടിക്കേണ്ട സീനുകളൊന്നുമില്ല അങ്ങനെ കാര്യമായിട്ട്. പക്ഷേ ഇതൊരു ഹൊറർ മൂഡിലാണ് ഈ കഥ പറഞ്ഞു പോയിക്കുന്നത് മാത്രം, അത്രേ ഉള്ളൂ. ഈ സ്റ്റോറി ഇത് ഏത് മൂഡിലുമാണെങ്കിലും ഈ കഥ പറഞ്ഞിട്ട് പോവാം. പക്ഷേ ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞത് ഹൊറർ മൂഡിൽ ഈ കഥ പറഞ്ഞിട്ട് പോവുക എന്നുള്ളതാണ്. അതിലവർ വിജയിച്ചിട്ടുണ്ട്. നല്ല വൃത്തിക്ക് അത് ആ മൂഡ് ക്രിയേറ്റ് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ശരിക്കും പറയാച്ചാൽ ഞാൻ ആ സിനിമയ്ക്കകത്തോണ്ട് കയറി കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ആ മനയിൽ അകപ്പെട്ടു പോയൊരു അവസ്ഥ എനിക്കുണ്ടായത്. അതായത് സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാൻ പോലും തോന്നിയിട്ടില്ല. ഒന്നാമത്തെ കാര്യം, സ്ക്രീനിൽ നിൽക്കുന്നത് ഒരു മനുഷ്യനുണ്ട് അവിടെ. അപ്പോൾ അയാളെ മുഖത്തുനിന്ന് നമുക്ക് കണ്ടെടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അയാൾ വരുന്ന സീനൊക്കെ നമ്മളിങ്ങനെ ഒരു സീനിൽ കഴിയുമ്പോൾ തന്നെ നമുക്ക് സങ്കടമാണ്. അയ്യോ ഇനിയിപ്പോൾ എപ്പോഴായി ആൾ വരിക എന്നുള്ള ഒരു സംഭവം. അപ്പോൾ നമുക്ക് ആ സ്ക്രീനിൽ വരുമ്പോൾ അയാളെ മുഖത്ത് മിന്നി മറയുന്ന എന്തെല്ലോ ആണ് സംഭവം. എന്താണ് പുള്ളി ചെയ്യണമെന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല. ഓരോ സമയത്ത് തന്നെ എന്താ പറയുക, പക, ദേഷ്യം, സങ്കടം, സഹതാപം എല്ലാം ഒരേ ടൈമിൽ ഇങ്ങനെ മിന്നി മറയാണ് പുള്ളിയുടെ മുഖത്തുനിന്ന്. അപ്പം അത് കണ്ടിരുന്ന് അമ്പരന്നിരിക്കാനേ നമുക്കൊക്കെ പറ്റുള്ളൂ. അയാളിങ്ങനെ സ്ക്രീനിൽ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് വേറെ ഒന്നും തോന്നില്ല. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ സിനിമയിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ മനയിൽ പെട്ട അവസ്ഥയാണ്. ആ മനയുടെ ഉള്ളിൽ നിന്ന് വെളിയിൽ വരണമെങ്കിൽ സിനിമ കഴിയണം. അങ്ങനത്തെ ഒരു മൂഡാണ് ഈ സിനിമക്കുള്ളത്. അത് പ്രത്യേകിച്ചൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ, നമുക്ക് ആ മൂഡിലേക്ക് എത്താൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഈ പടം ആർക്കും അങ്ങനെ പിടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് മൂവിയാണ്. നമ്മൾ ആ മൂഡിലേക്ക് എത്തിക്കഴിഞ്ഞാലാണ് നമുക്ക് ആ സിനിമ എന്താണെന്ന് മനസ്സിലാക്കാനും ആസ്വദിക്കാനും പറ്റുള്ളൂ. നമ്മൾ ആ മൂഡിലേക്ക് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആ ഒരു സിനിമ ഒരു ഉറക്കോളികായിട്ടേ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്കവിടെ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് ആണെങ്കിലും സിനിമയാണെങ്കിലും ഒരു രക്ഷയില്ലാത്ത മേക്കിങ്, മ്യൂസിക്കിൻ്റെ കാര്യം പിന്നെ പ്രത്യേകം എടുത്തു പറയാൻ തന്നെ വേണം. കാരണം ക്രിസ്റ്റോ സേവിയർ ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ അടിപൊളി. അതായത് സൗണ്ട് മിക്സിംഗ് ആണ് ഇതിൻ്റെ എടുത്ത് പറയേണ്ടത്. സൗണ്ട് മിക്സിംഗ് ആണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു എലമെൻ്റ് എന്ന് പറയുന്നത്. കാരണം കുറേ സൗണ്ടുകളുണ്ട്, ചങ്ങല വലിക്കുന്നതും പിന്നെ റെയിനൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ശരിക്കും തിയേറ്ററിനകത്ത് മഴ പെയ്യുന്ന ഒരു ഫീല് ശരിക്കും ഉണ്ടായിട്ടുണ്ട്. അത്രയും സൗണ്ട് എഫക്റ്റ്, നമ്മൾ സൗണ്ട് എഫക്റ്റുള്ള സിനിമ തിയേറ്ററിൽ നിന്ന് കാണണം. അത് വേറൊന്ന് 4K അറ്റ്മോസ്ഫിയർ കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു എഫക്റ്റ് കിട്ടും. അപ്പോൾ ആ സൗണ്ട് ക്വാളിറ്റി, അതുപോലെ സൗണ്ട് മിക്സിങ്ങും BGM ആണെങ്കിലും വല്ലാണ്ട് ലൗഡായിട്ടുള്ള BGM ഒന്നും ഇല്ലെങ്കിലും മമ്മൂട്ടിനെ കാണിക്കുന്ന ഒരു സീനുണ്ട് ഇൻട്രോ സീനിനകത്ത്. അതായത് കാറിൽ വന്ന് ഇറങ്ങിയ കൂളിംഗ് ഗ്ലാസ് വെക്കുക, ആ വക ഒരു സാധനം ഇല്ലാണ്ട് തന്നെ ജസ്റ്റ് ഒരു വടിയും കുത്തിയ ആൾ വന്നാൽ പോലും ആ ഒരു എന്താ പറയുക, സ്ക്രീൻ പ്രസൻസ് ഉണ്ടല്ലോ. ജസ്റ്റ് ഒരു പഴയ കാലത്തൊരു ചെരുപ്പ്, ഒരു വടി കുത്തിയിട്ട് വന്നാൽ പോലും നമുക്ക് കൈയടിക്കാൻ തോന്നും. അത് ആ ക്യാരക്ടറിനോടുള്ള, ആ ക്യാരക്ടർ വരുമ്പോൾ ഉള്ള ഒരു എക്സൈറ്റ്മെൻ്റ് ആണത്. പിന്നെ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, ബോഡി ലാംഗ്വേജ് ആണെങ്കിലും അതുപോലെ സ്ലാങ് ആണെങ്കിലും, നമ്പൂരി ഭാഷയൊക്കെ വേറെ ആൾ ചെയ്ത് കഴിഞ്ഞാൽ കോമഡി ആയി പോവും. അങ്ങനെ ഫീൽ ചെയ്തത്
ഒരു കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ നമുക്കത് മിമിക്രി ആയിട്ട് ഫീൽ ചെയ്യും. ഈ സ്ലാഗൊക്കെ പിടിച്ച് പറയുമ്പോൾ നമ്പൂരി ഭാഷയൊക്കെ പറയുമ്പോൾ ചിലപ്പം അത് കോമഡി ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷെ ഇവിടെ അത് കറക്റ്റ് മീറ്ററിലാണ്. അതാണ് ആളുടെ ഒരു പ്രത്യേകത. അത് നമ്പൂരി ഭാഷ കറക്റ്റായിട്ട് നമുക്കതുകൊണ്ട് ഫീൽ ചെയ്യും. ഇതിപ്പോൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കിത് ആള് ഭാഷ പിടിച്ച് പറയണമൊന്നും ഫീൽ ചെയ്യില്ല. നമ്മൾ അതിൻ്റെ അകത്ത് പെട്ടുപോയി ആ സിനിമക്കകത്ത്. പിന്നെ അർജുൻ അശോകനാണെങ്കിലും കിടിലൻ പെർഫോമൻസ്, ഒന്നും പറയില്ല. ആളുടെ കരിയർ ബെസ്റ്റ് തന്നെയാണ്. ഇത് ആസിഫ് അലി ഇരുന്നിട്ട് പിന്നെ ആലോചിക്കുന്നുണ്ടാവും ഞാൻ എന്തിനാണത് ഒഴിവാക്കിയത് എന്നുള്ളത്. വേറെ ഏത് പടം ഒഴിവാക്കിയിട്ടാണെങ്കിലും ഈ പടം ചെയ്തിരുന്നെങ്കിൽ എന്ന് ഇപ്പോൾ പുള്ളി ചിന്തിക്കുന്നുണ്ടാവും. കാരണം അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഇതിനകത്ത്. ആ ക്യാരക്ടറിൻ്റെ ഗ്രോത്ത് ഇങ്ങനെ ഓരോ സീൻ ബൈ സീന് കഴിയും തോറും ആ നടനിലെ സാധനം പുറത്തേക്ക് കൊണ്ടുവന്നുണ്ട് അർജുൻ അശോകൻ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് പുള്ളിയുടെ മാക്സിമം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഇനി ആളുടെ എന്തിനു കിട്ടാനുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവില്ല. അശോകനൊക്കെ ഇപ്പോൾ ഭയങ്കര പ്രൗഡാവും. കാരണം പുള്ളിയുടെ മകൻ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ, അതും ഓപ്പോസിറ്റ് ആരെന്ന് നോക്കണം. ആളുടെ ഓപ്പോസിറ്റ് നിന്നിട്ട് കട്ടക്ക് നിന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആൾ ഭയങ്കര റേഞ്ചാണ്. കാരണം നല്ല കാസ്റ്റിങ്, പിന്നെ ഒന്നാമത് ഈ 3 കഥാപാത്രങ്ങൾ വെച്ചുകൊണ്ടാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. അത് അത്രയും എൻഗേജിങ് ആയിട്ട് നമുക്ക് തരണം എന്നുണ്ടെങ്കിൽ ഡയറക്ടറുടെ ബ്രില്യൻസാണ്. പിന്നെ ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചൂസ് ചെയ്യാൻ കാണിച്ച ധൈര്യം, ഈ ഒരു കോൺസെപ്റ്റ് ഇങ്ങനെ ഒരു പാൻ ഇന്ത്യൻ സിനിമയ്ക്ക് ഇറക്കി കാണിച്ച പ്രൊഡ്യൂസർമാരുടെ ധൈര്യത്തിനൊക്കെ നമുക്കൊരു ഹാറ്റ്സ് ഓഫാണ്. കാരണം ഇതൊരു എക്സ്പെരിമെൻ്റൽ മൂവിയാണ്. ഇതൊക്കെ വിജയിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ചെയ്യാനായിട്ടുള്ള മറ്റുള്ളവർക്കൊരു പ്രചോദനമാണ് ഇങ്ങനത്തെ സിനിമകളൊക്കെ. വേറെ നമുക്ക് മസാല അടിപ്പടങ്ങൾ മാത്രം പോരല്ലോ, ഇതേപോലത്തെ സിനിമകളും നമുക്ക് ഇറങ്ങിയത് വിജയിപ്പിച്ച് കാണാനും കൂടി നമുക്ക് ബാക്കി ഉണ്ടാവണം. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ 3 പേരുടെ കിടിലൻ പെർഫോമൻസ്, നല്ല BGM, നല്ല വിഷ്വൽ ക്വാളിറ്റി, അടിപൊളി മേക്കിങ്, ബ്ലാക്ക് ആൻഡ് വൈറ്റിലൊരു നല്ലൊരു കിടിലൻ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ആരും മിസ് ചെയ്യാണ്ട് തന്നെ തിയേറ്ററിൽ പോയിട്ട് കാണാൻ ശ്രമിക്കാം. ഓക്കെ.